സൂത്ര, അജഗജൻ വരുന്നു. കൂടെ അജഗജന്റെ ചേട്ടനുണ്ട്. വന്യമൃഗങ്ങൾ മാന്യരാണെന്നറിഞ്ഞ് ധന്യനാവാനാണ് ഈ അന്യൻ ശൂന്യതയിൽ നിന്ന് വന്നത്. ചേട്ടൻ നമ്മളെയൊക്കെ കാണാൻ വന്നതാണ് എന്നർത്ഥം. എന്താ ചേട്ടൻ്റെ പേര്? ഓ, എന്നോട് ക്ഷമിക്കൂ, ഞാൻ പേര് പറയാൻ മറന്നു. എൻ്റെ പേര് അജമാംസൻ. ഹാവു, ഇങ്ങേര് സംസാരിക്കുന്നത് അജഗജനെ പോലെയല്ല. എന്നോട് ക്ഷമിക്കൂ, നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടില്ല. അല്ല, ചേട്ടൻ സംസാരിക്കുന്നത് അജഗജനെ പോലെ അല്ല എന്ന് പറയുകയായിരുന്നു. എന്നോട് ക്ഷമിക്കൂ, അജഗജൻ ഇടയ്ക്കിടെ ഇവിടെ വരുന്നത് ശല്യമാകുന്നുണ്ടോ? വരുന്നതല്ല, എന്തെങ്കിലും സംസാരിക്കുന്നതാ ശല്യം. അജഗജൻ പറയുന്നത് മിക്കതും ഞങ്ങൾക്ക് മനസ്സിലാവാറില്ല. എന്നോട് ക്ഷമിക്കൂ, അതും ഞാൻ അറിഞ്ഞില്ല. ഷേരു, ഇങ്ങേരൊരു പാവമാ, ഒന്ന് വിരട്ടി നോക്കിയാലോ? ഇങ്ങനെ ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ പ്രശ്നവും അങ്ങനെ അങ്ങ് ക്ഷമിക്കാൻ പറ്റുമോ? നമിക്കുന്നവരോട് ക്ഷമിക്കാൻ ശ്രമിക്കാത്തവരെ ശമിക്കും വരെ ഹോമിക്കണം. കേട്ടില്ലേ? ഇത്തരം സംസാരം എത്ര നേരം കേട്ട് നിൽക്കാൻ പറ്റും? എന്നോട് ക്ഷമിക്കൂ, അജഗജനോടും ക്ഷമിക്കൂ. ഞങ്ങൾക്ക് മാത്രമല്ല, കാട്ടിൽ പലർക്കും ഇതേ പരാതി ഉണ്ട്. എന്താ പ്രശ്നം? ഈ അജഗജന്റെ സംസാരത്തെ പറ്റി പറയുകയായിരുന്നു. അയ്യോ, എനിക്കൊന്നും മനസ്സിലാവാറില്ല. എനിക്കും. കേട്ടല്ലോ, കാട്ടിൽ വന്ന് സംസാരിക്കുമ്പോൾ കാട്ടിലുള്ളവർക്ക് മനസ്സിലാവണം. മനസ്സിലായോ? എന്നോട് ക്ഷമിക്കൂ, ഞാൻ ശരിയാക്കാം. മൂപ്പര് ശരിക്കും പകച്ചുപോയി, പാവം. താൻ ഇന്നും വന്നോ? എന്നോട് ക്ഷമിക്കൂ, അജഗജന്റെ സംസാരം ഇനി ഒരു പ്രശ്നമാവില്ല. അവനെ പഠിപ്പിക്കുന്ന മാഷ് കാട്ടിൽ വന്ന് ക്ലാസ് എടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. 2 ആഴ്ച ക്ലാസ്സിലിരുന്നാൽ ഇതൊക്കെ പച്ചവെള്ളം പോലെ മനസ്സിലാവും. എന്നോട് ക്ഷമിക്കൂ. സ്വേച്ഛാധിപതികളെ പോലെ പുച്ഛിക്കുന്ന മ്ലേച്ഛന്മാരെ പോലും ഇച്ഛാശക്തി കൊണ്ട് സ്വച്ഛന്തം മൂർച്ഛിപ്പിക്കാം.